തിരുവനന്തപുരം നാലാഞ്ചിറ കുരിശടി ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 4.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്നൊരു വീടാണ്. വീട് വന്നിട്ട് ഒരു 15 വർഷത്തിന് വേണ്ടി പഴക്കമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റ് കണ്ടീഷനിലാണ് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇഷ്ടികയിലും പുഴമണലിലും നിർമ്മിച്ച വീടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീടിന് ഒരു പഴക്കം തോന്നത്തില്ല. അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടായതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കുരിശടി ജംഗ്ഷനിൽ നമ്മുടെ സെൻറ്റ് കൊറേറ്റി സ്കൂളിന് അരിയത്തൂടെ കാണുന്ന വഴി, സെൻറ്റ് കൊറേറ്റി സ്കൂളിനും ആ പള്ളിക്കും ഇടയിലൂടെ കാണുന്ന വഴി കോൺവെൻറ്റ് റോഡ്, അത് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ ആദ്യം അഡോണൈ മെജസ്റ്റി എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് കാണാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൈറ്റിൽ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ സാന്ത്വന ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് കാണാം. അതിനകത്ത് കയറി സാന്ത്വന ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ വീട്ട് നമ്പർ 15 നോക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. അതായത് പൂർണ്ണമായിട്ടും നല്ല നല്ല വീടുകളുള്ള നാലാഞ്ചിറ ജംഗ്ഷനിൽ തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിന് നമുക്ക് പുറത്തൂടെ ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്ത് അതുവഴി വാതിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വാതിലിട്ടിട്ടുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് 2 യൂണിറ്റ് ആക്കി വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയാണ് ഒരു വരാന്ത സ്പേസ് വരുന്നത്. അവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കയറി വരുമ്പോൾ ഒരു കോമൺ സ്പേസ് ആണ്. ഡൈനിങ് കം ലിവിങ് സ്പേസ് വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിലും ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് ഫുള്ളായിട്ട് വുഡിൽ അടച്ചിട്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെനോവേറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ എല്ലാം വിചാരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് ചെറിയൊരു കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയും സ്റ്റോറിന് ഒരു സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ റൂഫ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഈ വീടിൻ്റെ സൈഡിലേക്ക് പോകാനായിട്ട് ഇവിടെയും ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട്ലറി ഷെൽഫൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് വരുന്നത്. അതിൽ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതുപോലെ കബോർഡുണ്ട്. മുകളിലേക്ക് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു ഷെൽഫ് പോലെ ബുക്കൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് പൈപ്പ് ഫിറ്റിങ്ങും സാനിറ്ററി വെയർസും പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിനകത്തും കബോർഡെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനൊരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ സൈഡിലൂടെ ഒരു കോമൺ ബാത്റൂം വരും. അതിനകത്തും ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത്, അതായത് ക്ലോസറ്റ് അതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്, പുത്തനാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതുപോലെ പുറത്തുനിന്നൊരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റാക്കി മാറ്റിയെടുക്കാം. മേളത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു റൂം. ഈ റൂമിലായാലും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് അടുത്തൊരു റൂം വരും. ഇതിനും കബോർഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ 2 റൂമുകൾക്കും കൂടെ നമുക്കൊരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ പുത്തനാണ് കേട്ടോ. അതായത് അതിനകത്തുള്ള ടൈൽസ് ആയാലും എല്ലാം മാറ്റി ഒട്ടിച്ച് ഇപ്പം നല്ല റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് എൻട്രി വരും. ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻവശത്തേക്ക് നമുക്കൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് നാലാഞ്ചിറ കേട്ടോ. കാരണം സ്കൂൾസൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. നമ്മൾ നാലാഞ്ചിറ മാർവേനിയ സ്കൂള്, മാർവേനിയസും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്കൂൾസും കോളേജസും ഉണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് തോമസ് സ്കൂള്, നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ സെൻറ്റ് കൊറേറ്റി സ്കൂള്, അങ്ങനെ ഒത്തിരിയധികം സ്കൂൾസ് ഈ ഒരു ചുറ്റുവട്ടത്ത് വാക്കബിൾ ഡിസ്റ്റൻസിലുണ്ട്. നമുക്കിവിടെ നാലാഞ്ചിറ ജംഗ്ഷൻ ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 500 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നാലാഞ്ചിറ ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ. നമുക്കിവിടെ നിന്ന് കുറവൻകുളം സൈഡോ അല്ലെങ്കിൽ കവടിയാറോ കയറാൻ വളരെ ഈസിയാണ്. ആ രീതിയിലുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.